Thank you so much, students. Welcome to this YIP program, and I hope, I believe that നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് BMSc ബയോടെക് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി വരും എന്ന കൺസെപ്റ്റിലാണ് ഇപ്പൊ ഈ ഒരു ബേസിക്സ് ഇൻ ബയോടെക്നോളജി ആൻഡ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാനത് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പൊ ഇപ്പൊ നമ്മള് ബയോടെക്നോളജി ഈ കൺസെപ്റ്റിലേക്ക് പോണതിന് മുമ്പ് ബയോടെക്നോളജി ഞാൻ ഫസ്റ്റ് നോക്കിയത് ഡിക്ഷണറിയിലാണ്. കാരണം പല ആൾക്കാരും പല കൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ ഡിക്ഷണറിയിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്നത് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബയോളജിക്കൽ പ്രോസസ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് അതർ പേർപ്പസ്. അതായത് ബയോളജി ഉപയോഗിച്ച് മനുഷ്യന് എസ്പെഷ്യലി ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും മാനിപ്പുലേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ജെനറ്റിക്സ് എന്ന് പറയുന്നത് പഴയ ഒരു കൺസെപ്റ്റാണ്. അതിന് അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡസ് ഡീൽ വിത്ത് ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ ഓഫ് ഓർഗാനിസംസ്. എങ്ങനെയാണ് ഓർഗാനിസത്തിന് ജീൻസ് പാസ് ചെയ്ത് വേറെ അതിന്റെ ഓഫ് സ്പ്രിങ്സിലേക്ക് പോകുന്ന എന്ന കൺസെപ്റ്റിലാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അതിന് അപ്ലൈഡ് ആസ്പെക്ട് ആണ് നമ്മൾ ബയോടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്തൊക്കെ മാൻകൈൻഡിനും ബാക്കി ആൾക്കാർക്ക് എന്താ ഗുണം എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മൾ പഠിക്കുന്നു പല നമുക്ക് അറിയപ്പെടുന്ന ബയോടെക്നോളജി കൺസെപ്റ്റിൽ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഇതിന് യൂസ് വരാം. നേരത്തെ നാരായൺ സാർ പറഞ്ഞ പോലെ അഗ്രികൾച്ചറിനാകാം, ക്രോപ്പ് ഇംപ്രൂവ്മെന്റിനാകാം, മെഡിക്കൽ ഡയഗ്നോസിസിനാകാം, ആനിമൽ ബ്രീഡിങ്ങിനാകാം, ഹെൽത്ത് കെയറിനാകാം, ഫുഡിന്റെ ഇംപ്രൂവ്മെന്റിനാകാം, ഫെർമെന്റേഷൻ ടെക്നോളജിക്കാകാം, അതായത് നമ്മൾ പണ്ട് പഠിച്ച വൈൻ, ബിയർ അങ്ങനെയുള്ള കൺസെപ്റ്റിലാകാം. ഇതെല്ലാം ചെയ്യുന്ന റീകോമിനന്റ് DNA ടെക്നോളജി. അതായത് നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു ജീൻ ഒരു ഓർഗാനിസത്തിന്റെ അടുത്ത് മാറ്റി വേറൊരു ജീനിലോ ഒരു പ്ലാന്റിലോ ഒരു ആനിമലിലോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ്, അതിനാണ് റീകോമിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ അഗ്രികൾച്ചറിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ വന്നിട്ടിരിക്കുന്നത്. സാർ ഒരു ഉദാഹരണം പറഞ്ഞു, കോട്ടൺ. ഈ കോട്ടൺ എന്ന് പറഞ്ഞ എക്സാമ്പിൾ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഡ്രസ്സസ് അല്ലെ, അതിന്റെ മെയിൻ സോഴ്സ് പരുത്തി അല്ലെങ്കിൽ കോട്ടൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ കോട്ടൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ ബഡിലാകുമ്പോ തന്നെ ഈ വേം അതിന് ഇൻഫെക്ട് ആകുന്നത്. ഈ വേമിന്റെ പേര് ഹെലിക്കോവർബ ആർമിജറ. സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഫുൾ കോട്ടൺ പ്രോപ്പർ കോട്ടൺ ആകാണ്ട് അത് ചെതറി പോകും. അപ്പൊ ഇതിനെ നിർത്താനായിട്ട് നാച്ചുറലി ഒരു ഹോസ്റ്റ് കണ്ടത്, ഹോസ്റ്റ് അല്ല അതിന്റെ അറ്റാക്കർ കണ്ടത് ബാസിലസ് തുറിഞ്ചൻസ് എന്നൊരു മൈക്രോ ഓർഗാനിസമാണ്. അപ്പൊ ഈ ബാസിലസ് തുറിഞ്ചൻസ് എന്താ ചെയ്യുന്ന വെച്ചാൽ അത് അതിന്റെ ബോഡിയിൽ ഒരു ബാക്ടീരിയ അത് അതിന്റെ ബോഡിയിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും. ഈ പ്രോട്ടീൻ വരുന്നത് എവിടുന്നാന്ന് നമുക്കറിയാം. എവിടുന്നാ വരുന്നത്? ജീൻസിൽ നിന്നാണ്. അപ്പൊ സയന്റിസ്റ്റുമാർ എന്താ കണ്ടുപിടിച്ചത്? ഈ ജീൻസിനെ അതങ്ങ് എടുത്തിട്ട് അതിനെ ഈ പ്ലാന്റിലേക്ക് അങ്ങ് ചേർത്തു. അപ്പൊ പ്ലാന്റിൽ എന്താ സംഭവിക്കുന്നത്? പ്ലാന്റില് എപ്പോ പ്ലാന്റ് ജീവിക്കുന്നു അല്ലെങ്കിൽ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിന്റെ ഒപ്പം ഈ ജീനും അല്ലെങ്കിൽ ഈ പ്രോട്ടീനും ഇതിന്റെ ലീഫിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഈ ലീഫിൽ പ്രൊഡ്യൂസ് സാധനം അതിന്റെ ബഡിലും ഉണ്ട്, അതിന്റെ കോട്ടണിലും ഉണ്ട്. അപ്പൊ ഈ വരുന്ന പെസ്റ്റ് ഹെലിക്കോവർബ ആർമിജറ അത് തിന്നാൻ പോകുമ്പോ അത് ചത്തുപോകുന്നു. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് സ്പ്രേയിങ് ഇറ്റ് ഓൺ ദ പ്ലാന്റ്, ഇഫ് വി ക്യാൻ പ്രൊഡ്യൂസ് ദാറ്റ് ഓൺ ടു ദ പ്ലാന്റ്, ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് വേ ടു ഡു. സിമിലർ തിങ് വാസ് ഡൺ ഫോർ റൈസ്. അതിനെ ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. റൈസിൽ വൈറ്റമിൻ എയുടെ കണ്ടന്റും എസ്പെഷ്യലി കരോട്ടനോയിഡ്സിന്റെ കണ്ടന്റ് ഭയങ്കര കുറവാണ്. അപ്പൊ സയന്റിസ്റ്റുമാർ എന്താ ചെയ്തത്? വേറൊരു പ്ലാന്റിലെ ജീന്, ഈ വൈറ്റമിൻ എ ജീനിന്റെ പ്രീകർസർ റൈസിൽ വെച്ച് കഴിഞ്ഞപ്പോ അതിന്റെ കളർ മാറി ഇറ്റ് കുഡ് പ്രൊഡ്യൂസ് വൈറ്റമിൻ എ. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് റൈസ് ഇസ്, അങ്ങനത്തെ റൈസിനെയാണ് നമ്മൾ ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. അടിയിലത്തെ കാണുന്ന എക്സാമ്പിള് നമ്മൾ പറയുന്നത് ബ്രിഞ്ചോൾ അല്ലെ, വഴുതനങ്ങ. വഴുതനങ്ങ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇതും സെയിം പറഞ്ഞ ആ ഒരു പുഴു, അതായത് ഹെലിക്കോവർബ ആർമിജറ തിന്നുന്ന സാധനം. അപ്പൊ അതിനു വേണ്ടി BT ജീൻ അതിൽ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇട്ട് കഴിഞ്ഞപ്പോ അതിനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാം വിച്ച് ഇസ് പെസ്റ്റ് റെസിസ്റ്റന്റ്. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും അഗ്രികൾച്ചറിൽ ചെയ്യാൻ പറ്റും ബയോടെക്നോളജി. നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങൾ ബയോടെക്നോളജി കൊണ്ട് വരാം? പെസ്റ്റ് റെസിസ്റ്റന്റ് കോട്ടൺ, പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് ഉണ്ടാക്കാം.
ജനറ്റിക്കലി മോഡിഫൈഡ് റൈസ് നേരത്തെ കാണിച്ചു ഞാൻ, ഗോൾഡൻ റൈസ്. ട്രാൻസ്ജനിക് മസ്റ്റേർഡ്, GM genetically modified brinjal, herbicide tolerant onion. അതായത് നമ്മൾ ഒരു പ്ലാന്റിൽ അഗ്രികൾച്ചർ തിങ് വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് സൈഡിൽ വീഡ്സ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ വീഡ്സ് മാറ്റാൻ ഭയങ്കര പാടാ. അതിന്റെ ഒപ്പം ഇരുന്ന് നേരെ മറിച്ച് വീഡ് കില്ലർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡ്സ് എല്ലാം ചാകും. അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പ്ലാന്റിൽ ഇട്ട് കഴിഞ്ഞാലോ ആ പ്ലാന്റ് വിൽ ബി റെസിസ്റ്റന്റ് വീഡ്. അപ്പൊ അതിന് മുകളിൽ നമ്മൾ വീഡ്, ഇത് പ്ലാന്റ്സിന് ഹാനികരമാണ്. അപ്പൊ വീഡ് റെസിസ്റ്റന്റ് പ്ലാന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വീഡ് അതിന്റെ മുകളിൽ ഇട്ടാലും അതിന്റെ കെമിക്കൽ ഇട്ടാലും ആ പ്ലാന്റിനൊന്നും ആകില്ല, വീഡ്സ് മാത്രം ചത്തുപോകും. എക്സലന്റ്. അതുപോലെ സ്ട്രെസ് ടോളറന്റ് പ്ലാന്റ്സ്, സെയിം തിങ്. ട്രാൻസ്ജനിക് മെയ്സ്, ഇങ്ങനെ കുറെ കോമ്പൗണ്ട്സ് അതിൽ ഉണ്ടാക്കാൻ പറ്റും, എസ്പെഷ്യലി പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ബയോടെക്നോളജി വെച്ച് അഗ്രികൾച്ചറിൽ വന്ന ചേഞ്ചസ്. നെക്സ്റ്റ് വൺ, മെഡിസിനിൽ എങ്ങനെ ആകാം? ഇപ്പൊ നമുക്കറിയാം ലാസ്റ്റ് 2 years നമ്മൾ അഫക്ട് ചെയ്തിരിക്കുന്നത് COVID-19 വെച്ചാണ് അല്ലെ. അപ്പൊ COVID-19 നമ്മൾ കേൾക്കുന്നത് ഒരു വൈറസ് 29,000 ബേസ് പേരുള്ള ഒരു വൈറസ് ഇത്രയും ലോകത്തിന് മൊത്തം അടക്കി വെച്ചേക്കുക. അതിനൊപ്പം നമ്മൾ കേൾക്കുന്ന രണ്ട് പേരാണ് RT-PCR-ഉം PCR-ഉം. എന്താണ് RT-PCR? ഈ ഒരു ജീനോം, അതിന്റെ ഒരു DNA നമുക്ക് കാണാൻ പറ്റുമോ? അത് എങ്ങനെ കണ്ട അതിന്റെ എത്ര എമൗണ്ട് എന്ന് കൺസരിച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ വൈറസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോ ഇല്ലെന്ന്. അപ്പൊ അതൊരു ടെക്നോളജിയാണ് ബയോടെക്നോളജി വെച്ച് വന്നത്, RT-PCR. ELISA നമുക്ക് എല്ലാവർക്കും അറിയാം, HIV ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് ഹ്യൂമൻസിൽ, എസ്പെഷ്യലി ബ്ലഡിൽ സാൽമണല്ല ഇൻഫെക്ഷൻ വരുന്നത്, അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് ELISA. പണ്ട് അച്ഛന്മാർക്കും അല്ലെങ്കിൽ പേരൻസിനൊക്കെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അതിന് മരുന്ന് കൊടുക്കാറുണ്ട്. മോസ്റ്റ് കോമൺ വൺ ഇസ് മെറ്റ്ഫോർമിൻ എന്നൊരു മരുന്നായിരുന്നു. ഇപ്പൊ നമ്പേഴ്സ് കൂടി, ഡയബറ്റീസിന്റെ കണ്ടന്റ് കൂടി വന്നപ്പോൾ എന്താണ് ചെയ്യുന്നത്? പീപ്പിൾ സ്റ്റാർട്ട് ഗിവിങ് ഇൻസുലിൻ. പണ്ട് ആ ഇൻസുലിൻ ഐസൊലേറ്റ് ചെയ്തത് പിഗ്സിനും ആനിമൽസിനായിരുന്നു. അപ്പൊ അത് നമ്മുടെ ബോഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണോജനിക് എന്ന് പറയാം അല്ലെ. നമ്മുടെ ബോഡി അത് എടുക്കാറില്ല, അത് ഇഫക്റ്റ് ആകാൻ വരാറില്ല, ഇമ്മ്യൂണോജനിക് ആകുന്നത്. അതിനൊരു നമ്മൾ എന്താ ചെയ്തത്, സയന്റിസ്റ്റ്മാർ എന്താ ചെയ്തത്, അവര് അതിന്റെ ജീൻ ബാക്ടീരിയയിൽ ഉണ്ടാക്കിയിട്ട് ബാക്ടീരിയയിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ വൈഡ്ലി പോപ്പുലറായ ഒരു ഇൻസുലിനാണ് ഹ്യൂമുലിൻ എന്ന് പറയുന്നത്. അപ്പൊ അതും മെഡിസിനൽ ആപ്ലിക്കേഷനാണ്. സെയിം എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കോവിഡിന്റെ കാര്യം പറഞ്ഞു. ഈ കോവിഡിനെ പിടിച്ചു നിർത്താൻ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? വാക്സിൻ കൊടുക്കുന്നത്. ആ വാക്സിൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഏതിലാണ്? അഡിനോ വൈറസ് എന്ന വൈറസിലാണ് ഈ 2 പ്രോട്ടീൻ, അതായത് കോവിഡിന്റെ M1 and M2 എന്ന് പറഞ്ഞ പ്രോട്ടീന് അതിന്റെ ജീൻ ക്ലോൺ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു അഡിനോ വൈറസ് ആണ് നമ്മളിപ്പോ വാക്സിൻ ആയിട്ട് കൊടുക്കുന്നത്. അതിന്റെ പേര് നമ്മളിപ്പോ ഇന്ത്യയിൽ പറയുന്നത് കോവിഷീൽഡ്. സിമിലർലി അനദർ ബയോടെക്നിക്കൽ ആസ്പെക്ട് എന്ന് വെച്ചാൽ ഈ കോവിഡ് വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്തിട്ട് സെൽഫായിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇപ്പോഴത്തെ കമ്പനി അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് കോവാക്സിൻ. സെയിം അതുപോലെ തന്നെ ഹോർമോൺസ്, നമുക്ക് വണ്ണം വെക്കാനുള്ള ഹോർമോൺസ്, ഇതെല്ലാം ബാക്ടീരിയയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന്റെ ബയോടെക്നിക്കൽ ആപ്ലിക്കേഷൻ, മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ, ഇങ്ങനെ കുറെ ആസ്പെക്ട്സ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. സം ഓഫ് അതർ ആസ്പെക്ട് വിച്ച് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് എന്താന്ന് വെച്ചാൽ ജീൻ തെറാപ്പി, DNA ഫിംഗർ പ്രിന്റിങ് അല്ലെ. അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, ഓഫ് സ്പ്രിങ് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ത്യയിലാണെങ്കിൽ അത് ചെയ്യുന്നത് CDFD എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സീസണിൽ ഇപ്പോ TBG ഇവിടെ ട്രിവാൻഡ്രത്തും ചെയ്യുന്നുണ്ട്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ജീൻ പ്രൊഫൈലിംഗ്, നമുക്കുണ്ടാകുന്ന കുഞ്ഞിന് എന്തൊക്കെ ജനറ്റിക് ഡിസീസസ്, മാരക രോഗങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. പ്രീനേറ്റൽ ഡയഗ്നോസ്, ഇൻഹെറിറ്റഡ് ഡിസീസസ്, സ്കിൻ ഗ്രാഫ്റ്റിംഗ്, അങ്ങനെ കുറെ ഡെവലപ്മെന്റ് ഓഫ് വാക്സിൻ, ഇതൊക്കെയാണ് ബയോടെക്നോളജി ആസ്പെക്ട് ഇതിൽ മെഡിസിൻ. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, എൻസൈംസ് ഉണ്ടാക്കുന്നത്. എൻസൈംസ് നമുക്കറിയാം, ഞാനൊക്കെ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ എസ്പെഷ്യലി PhD ചെയ്യുമ്പോൾ അലക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്തായിരുന്നു? സർഫായിരുന്നു. അതിങ്ങ് മുക്കിയിട്ട് വെച്ചിട്ട് കുറെ ദിവസം കഴിയുമ്പോൾ അതിൽ സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ അലക്കാൻ തുടങ്ങുന്നത്. സീരിയസ്ലി, പണ്ട് നമ്മൾ ബാർ സോപ്പിട്ട് നേരെ തിരിച്ചിട്ട് കല്ലിട്ട് അടിക്കുമായിരുന്നു. ആ കോട്ടൺ കീറിപ്പോല്ല, നമ്മുടെ ഷർട്ട് കീറിപ്പോന്നല്ലാണ്ട് അഴുക്ക് ശരിക്ക് പോകുന്നില്ല. നേരെ ഇപ്പോഴെന്താ പറയുന്നത്? സർഫ് എക്സൽ 1/2 മണിക്കൂർ മുക്കിയിട്ട് കഴിഞ്ഞാൽ അതൊന്ന് തിരുമിയാൽ മതി, അത് അഴുക്ക് പെട്ടെന്ന് പോകുന്നു. അത് കാരണം എന്താണെന്നറിയോ? There are few enzymes called amylases, proteases, lipases.
അമൈലേസസ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്, അതിനെ മാറ്റാനുള്ള എൻസൈം. പ്രോട്ടീൻസിന് പ്രോട്ടീന് മാറ്റാനുള്ളത്. ലിപ്പേസസ് ലിപ്പിഡ്സ്. അപ്പൊ ഇതിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഹാഫ് ആൻ അവർ ഇവൻ പോയി ആക്ട് ചെയ്ത് അതിന്റെ അഴുക്ക് മുഴുവൻ കളഞ്ഞു. അപ്പൊ അതാണ് ബയോടെക്നോളജിയുടെ ഗുണം. അപ്പൊ ഇത് നമുക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സെയിം തിങ്, അനദർ തിങ് ഇസ് കോൾഡ് സിംഗിൾ സെൽ പ്രോട്ടീൻ. ഇപ്പൊ കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാം അല്ലെ? ഏതാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ? സ്പൈറുലിന അല്ലെ? മോസ്റ്റ് എഫിഷ്യന്റ് സിംഗിൾ സെൽ പ്രോട്ടീൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് അല്ലെ ആസ് എ സപ്ലിമെന്റ് ഫോർ പ്രോട്ടീൻ. Same thing, you can produce ethanol in a high quantity. Ethanol ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ് എത്തനോൾ ഇമ്പോർട്ടന്റ്? ഡ്രിങ്കിങ്ങിനല്ല കേട്ടോ, വേറെ എന്തിനാണ്? ആസ് ഫ്യൂവൽ അല്ലെ? പെട്രോളിന് പകരം സപ്ലിമെന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള. But that is the aspect of biotechnology in industry. Next. The same thing can be also part of the environment, which is producing biofuels as well as biosensors. നമുക്കറിയാം ഇപ്പൊ ഡയബറ്റീസ് വന്ന ആൾക്കാർക്ക് അല്ലെ, ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ മോസ്റ്റ് എഫിഷ്യന്റ് വേ? ഒരു സ്ട്രിപ്പ് എടുക്കുക, അതിൽ ബ്ലഡ് ആഡ് ചെയ്യുക. അതിന്റെ റോൾ എങ്ങനെയാ മനസ്സിലാകുന്നത്? അതിലൊരു എൻസൈം സിസ്റ്റം ഉണ്ട്. ഈ എൻസൈം സിസ്റ്റം ഗ്ലൂക്കോസിനെ കണ്ട് അത് എത്ര അതിനെ ബൈൻഡ് ചെയ്യുന്നു, അതിനെ കണ്ടുപിടിക്കുന്നു, അതിന്റെ അനുസരിച്ച് ഒരു നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ നമ്പറാണ് നമ്മൾ കാണുന്നത് 94 ആണോ 110 ആണോ 170. It is an application of biotechnology into medicine for the welfare of people. Now, what I thought ഈ സ്ലൈഡിൽ നിന്ന് ഞാൻ കിട്ടുമെന്ന് വെച്ചാൽ I just want to tell you, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കുറെ ബയോടെക് സ്റ്റാർട്ടപ്പ് കമ്പനീസ് തുടങ്ങിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 10ൽ കൂടുതൽ നല്ല ബയോടെക് കമ്പനീസ് ഉണ്ട്. യൂബിയ ബയോടെക്, നിങ്ങൾക്ക് നെറ്റിൽ നോക്കി കാണാം കേട്ടോ ഇതിന്റെ ഇവരുടെ പ്രവർത്തനം എന്താണ്, എന്തൊക്കെ ചെയ്യുന്നത്, കുറെയൊക്കെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. നെക്സ്റ്റ് സ്ലൈഡ്. സോ നമുക്ക് എവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്? നിങ്ങൾക്ക് ആസ് സ്റ്റുഡൻസ്, ആസ് യങ്സ്റ്റേഴ്സ്, നിങ്ങൾക്ക് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ഇത്രയും ഏരിയയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫുഡ് ഡയഗ്നോസ്റ്റിക്സ് കേരളത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? മീനിന് ഫോർമുലിനുള്ളത് അല്ലേ? ഒരു 2-3 years ബിഫോർ CFTRI ആണോന്ന് എനിക്കറിയാം, മറന്നുപോയി. കൊച്ചിയിലെ ഒരു കമ്പനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർമുലിൻ കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റ് കിറ്റ് ഉണ്ടാക്കിയിട്ടായിരുന്നു. അയിലും ചാളയിലൊക്കെ അല്ലേ ഫോർമുല ഉണ്ടോന്ന് അത് എടുത്ത് നോക്കിയാൽ അപ്പോ ഫോർമുല ഉണ്ടെന്ന് അറിയാം. ആ ഫോർമുല എന്ത് ഹാനികരം നമ്മുടെ ശരീരത്തിനുണ്ട് അല്ലെ? ക്യാൻസർ വരെ വരാം. അപ്പൊ അങ്ങനത്തെ ഡിറ്റക്ഷൻ സിസ്റ്റം, എത്ര കണ്ടാമിനേഷൻ ഫുഡിലുണ്ട്, ആ കണ്ടാമിനേഷൻ എങ്ങനെ മനസ്സിലാക്കാം? അതൊരു ടെസ്റ്റ്, അതൊരു വാട്ട് യു കോൾ, ഇറ്റ്സ് എൻ ഇന്നോവേഷൻ അല്ലെ? കുടിക്കുന്ന ജ്യൂസിൽ എന്തൊക്കെ കണ്ടാമിനേഷൻ ഉണ്ട്, കഴിക്കുന്ന ഫുഡിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം, അതിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് പീപ്പിൾ. വാട്ടർ ടെസ്റ്റിംഗ്, നേരത്തെ സാർ പറഞ്ഞ പോലെ വാട്ടർ ടെസ്റ്റിംഗ്, പ്യുവർ വാട്ടർ ആണോ? നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്? ഒരു പ്യുവർ വാട്ടർ നല്ലതാണോ ചീത്തയാണോ എങ്ങനെ അറിയാം? അതിന്റെ അകത്തിലുള്ള ബാക്ടീരിയയുടെ കണ്ടന്റ് നോക്കും അല്ലെ? ഈ കോളൈ കണ്ടന്റ് എത്ര നോക്കുക, അതിന് ടെസ്റ്റ് ചെയ്യാനുള്ള കൺസെപ്റ്റ്. എൻവയറൺമെന്റ്, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ. വാട്ട് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് അറൌണ്ട് ദ എൻവയറൺമെന്റ്. There is opportunity for you to understand that any minor changes which you think correct ആണ് തെറ്റാണ്, അതിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന അവിടെയാണ് ടെക്നോളജി അല്ലെങ്കിൽ കൺസെപ്റ്റ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി വരുന്നത്, ഇന്നോവേഷൻ വരുന്നത്. അഗ്രികൾച്ചർ ഇറ്റ്സ് എ വാസ്റ്റ് ഫീൽഡ് അല്ലെ? എത്ര ഇംപ്രൂവ്മെന്റ്, എത്ര ക്വാളിറ്റി കൂട്ടാം നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ. പെസ്റ്റ് റെസിസ്റ്റന്റ് ആകാം, ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാം, അങ്ങനെ കുറെ കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ദിസ് അനദർ തിങ്. ഇതും മനസ്സിലാക്കി കൊടുക്കാനുള്ള കൺസെപ്റ്റ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ലാബിൽ ചെയ്യുന്ന കാര്യം നമുക്കറിയാം അല്ലെ? ഓരോ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ എത്ര കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിനെ ഒരു പാക്കറ്റിലാക്കി ഏറ്റവും സിംപ്ലസ്റ്റ് ആക്കി അത് കൊടുക്കാൻ ഒരു കിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിലോ? വീട്ടിലിരുന്ന് ചെയ്യാം. എക്സാമ്പിൾ ഇപ്പോൾ കോവിഡ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് കിറ്റ് നമ്മുടെ വീട്ടിൽ വരുന്നതല്ലേ, നമുക്ക് വാങ്ങാൻ കിട്ടും. ദാറ്റ് ഈസ് എൻ ഇന്നോവേഷൻ. ഓക്കെ, അനദർ ഗ്രേറ്റ് ഇന്നോവേഷൻ. ഇത് ബയോടെക്നോളജി അല്ല, ബട്ട് ഇൻ ജനറൽ ബൈജു എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അല്ലെ? ബൈജൂസ്, നല്ലൊരു കണ്ണൂരുകാരൻ. വാട്ട് ഹി സ്റ്റാർട്ടഡ് ആസ് എ പ്രൈവറ്റ് ട്യൂഷൻ. ആ പ്രൈവറ്റ് ട്യൂഷൻ തുടങ്ങിയതാണ്. ആ പ്രൈവറ്റ് ട്യൂഷന് ഒരു മെത്തോഡിക്കലി ചെയ്ത് വന്നപ്പോ ആൾക്കാർക്ക് വിശ്വാസമായി തുടങ്ങി. അതിനെ ഫേസ്ബുക്ക് ഫണ്ട് ചെയ്ത് കുറെ ആൾക്കാർ ഫണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴോ ഇപ്പൊ ബൈജൂസ് വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് തിങ് വിച്ച് ഇസ് ദെയർ ഇൻ ഇന്ത്യ, വിച്ച് ഇസ് വാല്യൂഡ് അറ്റ് അറൌണ്ട് $1 billion, മോർ ദൻ $1 billion. അതുപോലെ നിങ്ങൾക്കും തിങ്ക് അബൌട്ട് എങ്ങനെ ഏത് സിംപിൾസ്റ്റ് വേ നിങ്ങൾക്ക് അത്
ഇന്നോവേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. Whatever concept it may be. The equipments used for detecting things. These are all places to innovate. So from this slide, I end my talk, and I'm happy to take questions, and I'll be very happy to encourage you. Thank you, sir.